അപ്പൊ ആദ്യം തന്നെ ജാസ്മിൻ ഫാൻസിന്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ജാസ്മിൻ എന്ന വ്യക്തിനെ ഞാൻ ഒരു വ്യക്തിഹത്യയും ചെയ്തിട്ടില്ല. ജാസ്മിന്റെ ഗെയിമിനെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അതും ജാസ്മിൻ നല്ല ഗെയിം ചെയ്താൽ നല്ലത് പറയാറുണ്ട്. എന്തേലും മോശമായ രീതിയിൽ ചെയ്താൽ മാത്രമാണ് ആ ഗെയിമിനെ പറയാറുള്ളൂ. പക്ഷെ ഓൾറെഡി എനിക്ക് തോന്നുന്നു കുറെ കമന്റ്സ് ആയിട്ട് ഇങ്ങനെ വരുന്നു. എന്നെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ഞാൻ എന്ത് പറഞ്ഞിട്ടാന്ന് എനിക്കറിയില്ല. കുറെ ജാസ്മിനെ എന്തേലും ഒരു വീഡിയോ എന്തേലും പരാമർശിച്ചു കഴിഞ്ഞാൽ ജാസ്മിന്റെ ഫാൻസ് അങ്ങ് വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കറിയില്ല എന്തിനു വേണ്ടി അവരങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും അത് കുറച്ച് നിങ്ങൾ ആ വീഡിയോ ഒന്നില്ലെങ്കിൽ ഫുൾ ഇരുന്ന് കാണാം. എന്നിട്ട് കമന്റ് ചെയ്യുക. ഇത് പറയുന്നതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം കേട്ടിട്ട് ഈ കമന്റ് ഇടുന്നത് ശരിയല്ല. അപ്പൊ എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണ് കമന്റ് ഇടാൻ താല്പര്യം ഇങ്ങനെ ഇട്ടോ. ഞാൻ അതിന്റെ റിപ്ലൈ തരും. അത് വേറെ കാര്യം. ഓക്കെ, അപ്പൊ അത് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാം. ഇന്ന് ഞാൻ എന്തായാലും സംസാരിക്കാൻ പോകുന്നത് ജിൻഡോന്റെ ഒരു ഗെയിമിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ജിൻഡോന്റെ ഒരു ഗെയിമിനെ എന്ന് അഭിപ്രായം, അത് നിങ്ങൾക്ക് പറയാം. ഞാൻ എന്തായാലും ഇപ്പൊ അതേക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ ആയിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു. നമുക്ക് എന്തായാലും വീഡിയോട്ട് പോകാം. അപ്പോൾ ജിൻഡോ എന്ന് പറഞ്ഞൊരു വ്യക്തി, അതായത് ജിൻഡോ എന്ന് പറഞ്ഞൊരു ഗെയിമർ, ജിൻഡോ എന്ന് പറഞ്ഞൊരു ഗെയിം എനിക്ക് സ്റ്റാർട്ടിങ് വന്നത് തൊട്ട് കുറെ ഇതുകളൊക്കെ മീൻസ് മണ്ടൻ, അങ്ങനെ കഴിവില്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരാമർശങ്ങളും വീട്ടിനകത്ത് വേണ്ടിട്ടുണ്ട് പുറത്താണെങ്കിലും എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു അല്ലേ. പിന്നെന്താണ് ഈ ബുദ്ധി ഉപയോഗിച്ച് കളിക്കില്ല, അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ അറിയില്ല, എന്തൊക്കെ സഹതാപം കൊണ്ട് കയറി പോകുന്നതാണെന്നൊക്കെയാണ് സാധാരണ എല്ലാവരും പറയാം. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നി ജിൻഡോന്റെ ഒരു ഗെയിം വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ജിൻഡോ ഒരു ശരിക്കും ഒരു അടിപൊളി ഗെയിമർ തന്നെയാണ്. കാരണം ജിൻഡോയുടെ മെയിൻ ഗെയിം അവിടെ പ്രൊവോക്കിംഗ് ആണ്. കാരണം എങ്ങനെ ആരെ എവിടെ എങ്ങനെ പ്രൊവോക്ക് ചെയ്യണമെന്ന് ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം അവിടെ വേറെ ആരും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു ഇൻസിഡന്റ് എന്താ പറയാ, ഇപ്പൊ ആരെടുത്തെങ്കിലും എന്തെങ്കിലും ഒരു ടോപ്പിക്, ചെറിയൊരു ടോപ്പിക് ആണെങ്കിൽ പോലും അത് കൊണ്ടിടും. അത് ചെറുതായി ഇട്ട് അതിൽ കണല് കൊടുത്ത് അയാൾ പ്രൊവോക്കായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ജിൻഡോ പിന്നെ കൂളാവും. പിന്നെ ആൾ അവിടെ നിന്ന് മാറും. അതാണ്. അപ്പൊ ആള് ഉദ്ദേശിച്ച കാര്യം അവിടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ മാറിപ്പോകും. അപ്പൊ അതാണ് ഗെയിം ശരിക്കും പറഞ്ഞാൽ. എങ്ങനെ പ്രൊവോക്ക് ചെയ്യണം, അത് റസ്മിന്റെ അടുത്താണെങ്കിൽ, അതായത് ജാസ്മിന്റെ അടുത്താണെങ്കിലും നോറയുടെ അടുത്താണെങ്കിലും എല്ലായിടത്തും അത് കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഒരിക്കലും ജിൻഡോ ഒരു ഗെയിമർ അല്ല, അല്ലെങ്കിൽ സഹതാപം കൊണ്ടും അല്ലാണ്ട് കഴിവില്ലായ്മ കൊണ്ടും കയറി വന്ന ഒരാളാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ല അടിപൊളി ഗെയിമർ തന്നെയാണ്. ആൾക്കറിയാം എങ്ങനെ ഗെയിം കളിക്കണമെന്ന് എല്ലാ രീതിയിലും. അത് ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ പോലും ഏതൊരു ടാസ്ക് എടുത്തു കഴിഞ്ഞാലും ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ 100% കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ബുദ്ധി ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ തന്നെ ബുദ്ധി ഉപയോഗിക്കുന്നത്. ഓരോ കാര്യങ്ങൾ ഏറ്റവും തന്നെ നമ്മളിപ്പോ ജനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെയാണ് ജിൻഡോ അത് മനസ്സിലാക്കുന്നതെന്ന് അറിയത്തില്ല. ജനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് പറയുന്ന കാര്യമാണ് ജിൻഡോ അവിടെ അകത്തു നിന്ന് പറയുന്നത്. എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലും ലാലേട്ടൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ജനങ്ങളുടെ പൾസ് സംസാരിക്കുന്ന ഒരാളാണ് ജിൻഡോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരാളെ മണ്ടനെന്നും മറ്റേതെന്നും ഒക്കെ വിളിക്കുന്നത് ഭയങ്കര മോശമാണ്. കുറെ ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് കുറെ കമന്റ്സ് ഒക്കെ ജിൻഡോനെ കുറിച്ച്, ജിൻഡോന്റെ മണ്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരാളെ നമ്മൾ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കുന്നത്. ആള് ശരിക്കും നല്ല ഗെയിമർ തന്നെയാണ്. അവിടെ വെച്ച് നോക്കുമ്പോൾ, അവിടുത്തെ ഗെയിമിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ ഏറ്റവും ബെസ്റ്റ് നിൽക്കുന്നത് ജിൻഡോ തന്നെയാണ്. ഇപ്പൊ കപ്പിന് ഏറ്റവും കൂടുതൽ യോഗ്യത ഉള്ളത് ഇപ്പൊ മാറി മറിയാം. ഇപ്പൊ ആര് ഇപ്പൊ കളിച്ചാലും മാറി മറിയാം. ഇപ്പൊ ജാസ്മിൻ തന്നെ എടുക്കുകയാണെങ്കിൽ ജാസ്മിൻ ഒരു നല്ല ഗെയിമർ തന്നെയാണ്. കാരണം സ്റ്റാർട്ടിംഗ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും. നല്ല രീതിയിൽ തന്നെ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജാസ്മിൻ. പിന്നെ ജാസ്മിന്റെ ഒരു ഗെയിം പിന്നെ അങ്ങോട്ട് വലിഞ്ഞു പോയതാണ്. ഈ ഗബ്രി കോംബോ വന്നതിന് ശേഷമാണ് ജാസ്മിന്റെ ഒരു ഗെയിം താഴോട്ട് പോയത്. ഇനിയും ജാസ്മിന് ചാൻസ് ഉണ്ട്. ജാസ്മിൻ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കപ്പ് ഉയർത്താൻ യോഗ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ജാസ്മിൻ. ശരിക്കും പറഞ്ഞാൽ ജിൻഡോയും ജാസ്മിനും ആണല്ലോ അവിടെ കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ അതുപോലെ ഒരു ഗെയിം സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാൾ നോറയാണ്. നോറയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. നോറയും നല്ല രീതിയിൽ തന്നെ എങ്ങനെ സംസാരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ സംസാരിച്ചാൽ അവിടെ ഇതുണ്ടാക്കാം, കണ്ടന്റ് ഉണ്ടാക്കാം, ഒരാളെ ഇങ്ങനെ ഏത് രീതിയിൽ പ്രൊവോക്ക് ചെയ്യാന്നൊക്കെ നോറയ്ക്കും അറിയാം. ഇത്രയും ഇവര് മൂന്നുപേരുടെ ഒരു ഗെയിമാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നല്ല ഗെയിമായിട്ട് നിൽക്കുന്നത്. സിജോന്റെ ഒരു ഗെയിം, സിജോ സംസാരിക്കാൻ നന്നായിട്ട് അറിയാം. സംസാരിച്ച ഒരാളെ വീഴ്ത്താൻ നന്നായിട്ട് പറ്റും എന്നല്ലാതെ വേറെ ഗെയിം ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. എന്തായാലും ജിൻഡോന്റെ കാര്യം തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ജിൻഡോ തന്നെയാണ് ഇപ്പോഴും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിം ജിൻഡോ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജിൻഡോന്റെ ഒരു ഗെയിമിനെ കുറിച്ച്? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ജിൻഡോ അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കുന്നതാണോ, അല്ലെങ്കിൽ വേറെ രീതിയിൽ കളിക്കണം എന്നൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹം? നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കമന്റ് ചെയ്യാം. ഞാൻ എന്തായാലും എടുത്തിട്ട് വീണ്ടും വരാം. ബൈ.